ഹേയ്, ഇന്ന് നമുക്ക് വില്ലേജ് ഓഫീസിൽ ഒരാവശ്യത്തിന് പോകണം. അപ്പോൾ പോയിട്ട് വന്നാലോ? പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ പൊന്നുതാ അവിടെ ഇരുന്ന് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിലാണ് ഓഫീസിൽ പോയത്. ഓഫീസിൽ പോയപ്പോഴാണ് എൻ്റെ പഴയ ക്ലാസ് ടീച്ചറായ വത്സല ടീച്ചറിനെ കണ്ടത്. ഇതാണ് എൻ്റെ സ്കൂള് ഓഫീസിന് തൊട്ടടുത്താണ്. ടീച്ചറിനെ മാത്രമല്ല, ഞാൻ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടു കേട്ടോ. ഈ കടയിൽ നിന്നായിരുന്നു പണ്ട് നമ്മൾ സിപ്പപ്പ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റൂനി ഇന്ന് ഞാൻ സിപ്പപ്പ് മേടിച്ച്. പിന്നെ ഞാനും പൊന്നും നേരെ ബസ്സിൽ കയറിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. നമ്മൾ ടീച്ചർമാരെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോയി മിണ്ടുന്ന, പക്ഷേ ഈ ടീച്ചറിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നേരെ തിരിഞ്ഞപ്പോൾ ടീച്ചർ ഡേ അറിയാവോ എന്ന് ചോദിച്ച്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ടീച്ചറിനെ കണ്ടപ്പോൾ. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറായിരുന്നേ വത്സല ടീച്ചർ. പിന്നെ ഞാനും പൊന്നും ബസ്സിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഉത്സവമായിരുന്നപ്പോൾ വെച്ച ശിവൻ്റെയും നാരായണൻ്റെയും പ്രതിമ കാണാനായിട്ട് കയറി. നമ്മുടെ തൊട്ടടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുവരേക്കും അത് നേരിട്ട് അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, അത് വച്ചപ്പോൾ തൊട്ടേ എൻ്റെ ആഗ്രഹമാണ് അത് നേരിട്ട് അടുത്ത് കാണണമെന്നേ. സത്യം പറഞ്ഞാൽ അടുത്ത് പോയി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. സത്യത്തിൽ അവർ എത്ര എഫേർട്ട് എടുത്താണ് ഇതുണ്ടാക്കാൻ. നോക്കിയേ, ആ നന്ദികേശനെയും ശിവനെയും ആ നാരായണനെയും പിന്നെ ആ ശിവലിംഗത്തിൻ്റെ ഒരു ഭംഗി. എനിക്കും ഇതേപോലെ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. പണ്ട് ഞാൻ ഡ്രോയിങ്ങിന് പോയ സ്ഥലത്ത് ഇതേപോലെ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച ഡ്രോയിങ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് പഠിക്കാമെന്ന്. പക്ഷെ പിന്നെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് ഡ്രോയിങ് നിർത്തി. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ഞാനും പൊന്നും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ മാമൻ്റെയും മാമിയുടെയും വീട്. ഈ സ്ഥലത്തിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ. ഞാൻ അവിടെ തന്നെ വലിഞ്ഞടിച്ച് ആ മതിലിൽ കൂടെ കയറി. പക്ഷെ പൊന്നും അതിലേക്ക് കൂടെ കയറിയില്ല. അവൾ റോഡ് വഴി നടന്നു വന്ന്. അവൾ നമ്മളെപ്പോലെ അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും പൊന്നും ആരാന്ന്. പൊന്നും എൻ്റെ കസിനാണേ. അവൾക്ക് അതുവഴി കയറാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ റോഡിൽ കൂടെ നടന്നു വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മാമിയുടെ വീട്ടിൽ പോയി. നമ്മളവിടെ കയറിയതിന് കാരണം വാവാച്ചിയായിരുന്നേ. പക്ഷെ വാവാച്ചി ഓൾറെഡി നമ്മളെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ കട. അതിനുശേഷം നേരെ കയറി മുകളിൽ വന്നപ്പോഴത്തേക്കും അവിടെ ചെടി നടാനായിട്ട് കയറിയപ്പോൾ വിച്ചൂട്ട ഓടി വന്നു. ഞാനവർക്ക് സിപ്പപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. പിന്നെ വാവാച്ചി അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അതാണ് നമ്മളെ വാവാച്ചി. പിന്നെന്താ, ഞാനും സിപ്പപ്പ് പിടിച്ച് എല്ലാവരും സിപ്പപ്പ് പിടിച്ച്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.